ഈ പച്ചമുളക് നല്ലോണം വന്നതിന് ശേഷം അതിലേക്ക് ഒരു 5 സവാള, 5 എടുത്തെന്ന് വെച്ചാൽ ഒത്തിരി വലിയ സവാള അല്ലായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, ഒരിടത്തരമായിരുന്നു. അപ്പോൾ 5 എടുത്തു. നിങ്ങളുടെ കയ്യിൽ വലിയ സവാള ഉണ്ടെങ്കിൽ ഒരു 3 സവാള എടുത്താൽ, കാരണം ഞാൻ 1/2 കിലോ കക്കയിറച്ചിക്കാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ചെറുള്ളിയുള്ളവരാണെങ്കിൽ ഒരു 10-25 വെളുത്തുള്ളി എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറുള്ളിയിൽ ചെയ്യുമ്പോൾ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. സവാള എടുത്ത് അത് വഴറ്റുമ്പോൾ ലേശം ഉപ്പുപൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം നല്ലോണം സവാള നമുക്ക് വഴന്ന് കിട്ടും. തീ അങ്ങനെ ഒരുപാട് കൂട്ടണ്ട, സവാള കരിഞ്ഞു പോകും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് ചെയ്താൽ മതി കേട്ടോ, തീ ചെയ്താൽ മതി. സവാള ഏകദേശം ഒന്ന് വാടി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർക്കാം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ ഫ്ലെയിം നല്ല സ്ലോയിലിട്ടിട്ട് വേണം ചേർക്കാനായിട്ട്. ആദ്യം നമുക്ക് കുറച്ച് മസാലപ്പൊടി ചേർക്കാം. ഗരം മസാലയാണ്. പെരുംജീരകം ഉള്ളവർ പെരുംജീരകം പൊടിച്ചിട്ടാലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ പെരുംജീരകം പൊടിച്ച് ഞാൻ വച്ചിരിക്കുന്നതുകൊണ്ടാണ് പെരുംജീരകം പട്ടയും കൂടെ പൊടിച്ച മസാല എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ഇടുന്നത്. അത് നല്ലവണ്ണം ഒന്ന് വഴറ്റും. ഒന്നര ടീസ്പൂണ് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് പച്ചമണം മാറാൻ വേണ്ടി അതുവരെ ഒന്ന് വഴറ്റുക. കാശ്മീരി മുളക് പൊടി ഇട്ടത് കൊണ്ട് അധികം എരിവ് ഉണ്ടാകത്തില്ലല്ലോ. ഞാൻ പിന്നെ ഈ വഴറ്റിയ സമയത്ത് കുറച്ച് കാന്താരി മുളക് അതിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുരുമുളക് നമുക്ക് ആവശ്യത്തിന് ഇടാം, കാരണം കക്കയിലൊക്കെ നല്ല കുരുമുളക് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ കക്ക മേടിക്കുമ്പോൾ അങ്ങനെ തന്നെ കഴുകി ഇങ്ങനെ അഴുക്ക് കളഞ്ഞ് എടുക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് നല്ലോണം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് കുറച്ച് ഒരു ചട്ടിയിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കണം. ചില കക്കകൾ എത്ര പുഴുങ്ങിയാലും വേവ് കുറവൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ അഴുക്കൊക്കെ നമുക്ക് നല്ലോണം പോകാനായിട്ട് ഒന്നും കൂടെ നമ്മളത് പുഴുകി എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം വഴറ്റണം. കരിഞ്ഞു പോകാതെ തീ ഫ്ലെയിമൊക്കെ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്. ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ കുഞ്ഞി അതിഥിയുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറൊക്കെ ചെയ്യണം, കമൻസൊക്കെ ഇടണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ചാനലിൻ്റെ ഒരു ഊർജ്ജം. നമ്മുടെ സവാളയൊക്കെ ഒന്ന് പൊടിയൊക്കെ കുത്തുമണമൊക്കെ പൊടികളെല്ലാം കുത്തുമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന കക്ക ഇടും. കക്ക നല്ല മൊരിയെ വറുത്തിട്ടില്ല, ഒരു മീഡിയം ടൈപ്പിൽ വറുത്തിട്ടുള്ളൂ. കാരണം ഫ്രൈക്കാണെങ്കിൽ നമ്മൾ നല്ലവണ്ണം മൊരിയെ വറുത്താൽ മതി. പക്ഷെ ഇത് ഫ്രൈ അല്ലല്ലോ. ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. വലിയ കക്കയൊക്കെ കിട്ടും നമുക്ക് മാർക്കറ്റിൽ. പക്ഷെ നമുക്ക് ഇങ്ങനെ റോസ്റ്റ് ഫ്രൈ ഒക്കെ ചെയ്യാൻ കുഞ്ഞി കക്ക മേടിച്ചാൽ ഇച്ചിരി കൂടെ ടേസ്റ്റാണ് നമുക്ക്. വലിയ കക്ക എളുപ്പത്തിന് എല്ലാവരും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പത്തിന് എല്ലാവരും വലിയ കക്കയൊക്കെ മേടിക്കും. പക്ഷേ കുഞ്ഞി കക്കയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക്
ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊന്ന് നോക്കണം. ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇടുകയാണ്. ഇളക്കി കൊടുക്കുക. ഒത്തിരി നാളായി കപ്പ മേടിച്ചിട്ട്, കഴിഞ്ഞ വർഷം അങ്ങാണ്ട് മേടിച്ചാണെന്ന് തോന്നുന്നു കപ്പ. പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങ കൊത്തി അരിഞ്ഞിട്ട് ആദ്യമേ തന്നെ ആ സവാള കൂടെ വഴറ്റി ചേർക്കുന്നവരുണ്ട്. ഞാനിപ്പം തേങ്ങ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് കൊത്തി അരിഞ്ഞ് ഇടാത്തത്. തേങ്ങ കൂടെ ഇട്ടാൽ തേങ്ങ നല്ല നീളത്തിന് കൊത്തി അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് വറുത്തിടുമ്പോഴേ. പിന്നെ അത് കഴിഞ്ഞ് ഇതിന് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അപ്പോൾ തന്നെ നല്ല മണം വരിക. നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം.